തിരസ്കരിക്കപ്പെടണം എന്നതിന് കാരണവും കണ്ടെത്തണം. അതിന് മതിയായ കാരണമുണ്ടെങ്കിൽ എന്നെ തിരസ്കരിച്ചാൽ എനിക്ക് വിഷമമില്ല, ഞാൻ തോൽവി ഏറ്റുവാങ്ങാൻ തയ്യാറാണ്. പക്ഷെ അതല്ല, കഴിഞ്ഞ 5 വർഷവും അതിന് മുമ്പത്തെ 5 വർഷവും മാത്രം എടുത്ത് വിശകലനം ചെയ്ത് ആരെ അയച്ചുകൂടാ എന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ തീർച്ചയായിട്ടും എനിക്കല്ലാതെ നിങ്ങൾക്ക് ഒരാൾക്ക് വോട്ട് ചെയ്യാൻ സാധിക്കില്ല. വ്യക്തമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. വികസനത്തിന്റെ കാര്യം, ജനങ്ങളുടെ ജീവിതത്തിലേക്ക് മാറ്റം, ഒരു ജനപ്രതിനിധി എന്ന നിലയ്ക്ക് സ്വാധീനം ചെലുത്താൻ കഴിയുന്ന പ്രധാനമന്ത്രി നയിക്കുന്ന ഒരു സർക്കാരിൽ തീർച്ചയായിട്ടും ഒരു MP എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് വേണ്ടി ഗണ്യമായ അളവിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കാൻ എനിക്ക് സാധിക്കും. ഒരു ഉറപ്പ് തന്ന് ഞാൻ എൻ്റെ അഭ്യർത്ഥന അവസാനിപ്പിക്കുകയാണ്. അത് വാഗ്ദാനം തന്നെയാണ്. അത് ഉടയ്ക്കാൻ പറ്റാത്ത വിശ്വാസം എന്ന് പറയുന്നത് പോലെ ഉടയ്ക്കാൻ പറ്റാത്ത വാഗ്ദാനമാണ്. നിറവേറ്റാൻ മാത്രം സാധിക്കുന്ന വാഗ്ദാനമാണ്. തൃശ്ശൂർ MP ആയിട്ട് നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്താൽ നിങ്ങൾക്കൊരു ഖ്യാതി ഞാൻ നേടിത്തരും. തൃശ്ശൂരിന്റെ ജനപ്രതിനിധിയായി നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തത് കൊണ്ട് കേരളത്തിന്റെ കാര്യങ്ങൾ മുഴുവൻ നോക്കുന്ന ഒരു MP യെ തൃശ്ശൂരിന് നിങ്ങൾ കേരളത്തിന് സമ്മാനിച്ചു എന്ന് പറയുന്ന ഖ്യാതി ഞാൻ നേടിത്തരുമെന്ന് നല്ല ചങ്കുറപ്പോടെ, ഓട്ടച്ചങ്കല്ല കേട്ടോ, പരട്ടച്ചങ്കുമല്ല, നല്ല ചങ്കുറപ്പോടെ പറയും. താങ്ക് യു. ഫോട്ടോ എടുക്കണ്ടേ? ഒന്ന് പിന്നിലേക്ക് മാറ്റിയാൽ എടുക്കും. അവിടെ എടുത്തിരുന്നു. അല്ലല്ല, ഇതിലെടുത്തുണ്ട്. തരാം.